20 വർഷക്കാലം ഒന്നും ചെയ്തില്ല. EMSന്റെ ഭരണവും പോയി. 87-ലാണ് അത് അസംബ്ലിയിൽ വെച്ചത്. പക്ഷേ അതിനു മുമ്പേ ഒരു അസംബ്ലിയിൽ വച്ചു, അത് വച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി, ആ റിപ്പോർട്ട് അസംബ്ലിയിൽ വെച്ചു. ഒരൊറ്റ കോപ്പി ആർക്കും കൊടുത്തില്ല. മേശപ്പുറത്ത് വെച്ചാൽ മതിയല്ലോ, പിന്നെ കോപ്പി കൊടുത്താൽ മതിയല്ലോ. എന്തേ 57-ൽ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിൻ്റെ കോപ്പി കൊടുക്കാതിരുന്നു? എന്തുകൊണ്ട് അതിൽ അജ്ഞാതരായവർ കത്തിച്ചു? ആരെയാണ് നിങ്ങൾ മോഹിപ്പിച്ചത്? ആരെയാണ് തടഞ്ഞത്? എന്നും ഹിന്ദു ഇങ്ങനെ തന്നെയായിരുന്നു. ഭാരതത്തിൽ ഹിന്ദുവിനെയാണ് പറ്റിക്കാൻ പറ്റുക. അവരെ ഗോതമ്പ് കൊടുത്തും അരി കൊടുത്തും പല രൂപത്തിലൊക്കെ മതം മാറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് കുറച്ച് പേരെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആക്രമിച്ചില്ലാതാക്കിയിട്ടുണ്ട്. എത്രയെത്ര കഥകളാണ് കേൾക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവതരമായ ഒരു രാഷ്ട്രീയ കാര്യമാണ് ഞാനീ പറയുന്നത്. 1957-ൽ ഒരു റിപ്പോർട്ടുണ്ടാക്കി ഗവൺമെൻറ് മേശപ്പുറത്ത് വച്ചിട്ട് അത് ആർക്കും കൊടുക്കാതിരുന്നെങ്കിൽ 87-ൽ റിപ്പോർട്ടുണ്ടാക്കി പുറത്തു കൊടുത്തു. അതിനിടയിൽ ഒരുപാട് വെള്ളം ചേർന്നോ? 57 റിപ്പോർട്ടിൽ വെള്ളം ചേർന്നോ? എന്തുകൊണ്ട് അവരുടെ പേര് പറഞ്ഞില്ല? കരിമ്പിനാൽ കുടുംബം എന്നൊക്കെ അല്ലാതെ ഉള്ള സോഴ്സിൽ പുറത്തു വരുന്നതാണ്. എന്തുകൊണ്ട് ആ റിപ്പോർട്ടിൽ കൃത്യം പേര് പറഞ്ഞില്ല? എന്തുകൊണ്ട് കൃത്യം നടപടി ഉണ്ടായില്ല? വളരെ ഗൗരവമായ ചോദ്യമാണ്. അപ്പോൾ അന്നും കള്ളന്മാർ രക്ഷപ്പെട്ടു, കൊള്ളക്കാർ രക്ഷപ്പെട്ടു, തീവെച്ചവർ രക്ഷപ്പെട്ടു, ഇന്നും രക്ഷപ്പെടുന്നു.